ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്യയും അനിരുദ്ധും ചേർന്ന് ഡിവോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്ന സമയത്താണ് സ്വരമോള് ഡാൻസ് കളിക്കാമെന്നും പറഞ്ഞങ്ങ് വരുന്നത്. അപ്പോൾ എൻ്റെ പൊന്നു ദൈവമേ, ഡാൻസ് ആയോ ഇപ്പോൾ, പാട്ട് വിട്ടോ എന്ന് ഡാഡി ചോദിക്കുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മകള് വാ നമുക്ക് കളിക്കാൻ ഡാഡി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിക്കുന്നു. അപ്പോൾ മോള് കളിക്കാൻ ഞങ്ങൾ രണ്ടുപേരും കണ്ടോളാന്ന് പറഞ്ഞു ഡാഡി. അനന്യയോട് ചോദിച്ചപ്പോൾ അനന്യയും അതെ എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യുക, മമ്മിയോട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ അനന്യയെ വിളിച്ച് അനിരുദ്ധിൻ്റെ അടുത്തിരുത്തി. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അനന്യ അതിർവരമ്പ് എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ മുന്നിൽ ഒരു അതിർവരമ്പും ഇല്ല എന്ന് അനിരുദ്ധ് പറഞ്ഞു. അപ്പോൾ എന്താ ഒരു സ്വകാര്യം എന്ന് സ്വരമോള് ചോദിച്ചു. ഒന്നുമില്ല എന്നും പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ മകളോട് പറയാം. അപ്പോഴേക്കും നമ്മുടെ കൊച്ചൊരു പാട്ടൊക്കെ വെച്ച് അങ്ങനെ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ മുന്നിൽ ഡാൻസ് കളിച്ചു. അങ്ങനെ കുഞ്ഞിൻ്റെ മുന്നിൽ ഇവർ സന്തോഷം അഭിനയിച്ച് കൈയൊക്കെ കൊട്ടി അങ്ങനെ ഇരിക്കുന്നു. കുഞ്ഞാണെ വളരെ ഹാപ്പി ആയിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടേ ഇരിക്കുന്നു. കുഞ്ഞിൻ്റെ ഡാൻസ് കഴിഞ്ഞപ്പോൾ കൈ കൊട്ടി ഇങ്ങനെ വെരി ഗുഡൊക്കെ പറഞ്ഞു. അപ്പോൾ വെരി ഗുഡ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സമ്മാനം തരണം രണ്ടുപേരും എന്ന് പറഞ്ഞു. അയ്യോ, എന്ത് സമ്മാനം ഇപ്പം നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഒരു ഉമ്മ വേണമെന്ന് പറഞ്ഞു. രണ്ടുപേരും ഒരേ സമയം എൻ്റെ രണ്ട് കവളിൽ ഉമ്മ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങ് വന്നിരിക്കാൻ പറഞ്ഞു. കുഞ്ഞിനെ വിളിച്ചിരുത്തി. അപ്പോൾ കുഞ്ഞ് അടുത്ത് വന്നിരുന്നു. ഇവർ ഉമ്മ കൊടുക്കാൻ തുടങ്ങിയപ്പോഴും കുഞ്ഞ് പിന്നോട്ട് വലിഞ്ഞു. രണ്ടുപേരുടെ നെറ്റി പരസ്പരം ചെന്നിടിച്ചു. അയ്യേ പറ്റിച്ചേ എന്നും പറഞ്ഞു കുഞ്ഞിങ്ങനെ പറഞ്ഞപ്പോഴേക്കും അവിടെ നിന്നത് നമ്മുടെ അനന്യ ഇഷ്ടക്കേട് കൊണ്ട് എഴുന്നേറ്റ് പോയി. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതങ്ങനെ അവിടെ സംഭവിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശീതൾ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു. പൂജയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ സുമിത്രയും പിന്നാലെ ഇറങ്ങിച്ചെന്നു. അപ്പോൾ ഒരു ദിവസം ഇവിടെ നിന്നിട്ട് പോകാനും അല്ലെങ്കിൽ സച്ചിനെ കൂട്ടിക്കൊണ്ട് വരാനും പറഞ്ഞാൽ മോള് കേൾക്കില്ലല്ലോ എന്നിങ്ങനെ സുമിത്ര പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് സരസ്വതി അങ്ങോട്ടേക്ക് വരിക. സച്ചിൻ്റെ കാര്യം അമ്മയ്ക്ക് അറിയാവുന്നല്ലേ എന്ന് ചോദിച്ചു. അതാ പറഞ്ഞത്, അവിടെ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടല്ലേ നീ ഇവിടെ താമസിക്കാൻ പറയുന്നതെന്നൊക്കെ ഇങ്ങനത്തെ നമ്മുടെ സരസ്വതിയമ്മ പറഞ്ഞപ്പോൾ അവിടെ ഒരു പ്രശ്നവും ഇല്ലെന്നും നിങ്ങൾ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശീതളിനോടും അമ്മയുടെ മുന്നിൽ വെച്ച് സരസ്വതിയമ്മയോട് പൂജ പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ മോളെ ഒരു കാര്യമുണ്ട്, ഞാൻ മേലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, കുടുംബത്തിൽ എല്ലാവർക്കും വേണ്ടി വഴിപാട് കഴിപ്പിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ വീണ്ടും ഭക്തി തുടങ്ങിയല്ലേ എന്ന് ശീതൾ ചോദിച്ചപ്പോൾ ജീവൻ തിരിച്ചു വന്ന ദൈവത്തിനോട് നന്ദി പറയണ്ടേ മോളെ എന്ന് ചോദിച്ചു സുമിത്ര. പിന്നെ മക്കളെ കണ്ടെത്താൻ ദൈവത്തിനോട് സഹായവും ചോദിക്കണം അല്ലേ സുമിത്ര എന്നൊക്കെ ചോദിച്ചു സരസ്വതിയമ്മ. അപ്പം ശരി അമ്മേ, ഞാനൊന്ന് ഇറങ്ങുക, നാളെ കാണാമെന്നും പറഞ്ഞുകൊണ്ട് ശീതളങ്ങ് പോയപ്പോൾ ഇവർ നോക്കി ഇങ്ങനെ നിൽക്കുക. ഇവരെ നോക്കി നിൽക്കുന്ന സമയം സരസ്വതിയമ്മ പറഞ്ഞു ഞാനും അമ്പലത്തിൽ വരുന്നുണ്ടെന്ന്. പെട്ടെന്ന് അമ്മയും മകളും കൂടെ പോകാനാണ് തയ്യാറെടുത്ത്. സരസ്വതിയമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെ പൂജ എതിർത്തു. സാരമില്ല മോളെ, അമ്പലത്തിലേക്കല്ലേ വന്നോട്ടെ എന്ന് പറഞ്ഞു സുമിത്ര. അങ്ങനെ സുമിത്ര സമ്മതിച്ചതുകൊണ്ട് അങ്ങനെ അങ്ങ് പോയി. നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് സ്വരമോളും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നീ സ്കൂളിൽ സംഗീതം പഠിപ്പിച്ച കുട്ടിയാണോ ഈ സ്വരമോള് എന്ന് ചോദിച്ചു സരസ്വതിയമ്മ. അതേന്ന് നേരം സുമിത്രയും പറഞ്ഞു. സ്കൂളിൽ നിന്ന് വിട്ടിട്ടും നീ അവളെ വിട്ടിട്ടില്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും വിടാൻ പറ്റില്ല അമ്മേ അവളെ എന്ന് സുമിത്ര പറയാം. അവൾ കയറിക്കൂടിയതേ ഈ ഹൃദയത്തിലാണ്. അങ്ങനെ കയറിക്കൂടാൻ മിടിക്കായ പെൺകുട്ടിയെ എനിക്കും കൂടി ഒന്ന് കാണണമല്ലോ എന്ന് സരസ്വതിയമ്മ പറഞ്ഞപ്പോൾ അമ്മ പോരെ കാണാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സംസാരം കഴിഞ്ഞ് നമ്മുടെ സുമിത്ര അങ്ങ് കയറിപ്പോയി. സരസ്വതിയമ്മ ഇങ്ങനെ അവിടെ ആലോചിച്ച് നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അരവിന്ദനെ ആട്ടോ. അരവിന്ദൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഞാനങ്ങനെ കണ്ടുപിടിക്കാനാ, എന്ത് ചെയ്യാനാ, അവൻ എന്ത് ചെയ്യുന്നു, അവൻ എവിടെ താമസിക്കുന്നു, ദീപുവിന് ചിലപ്പോൾ അവനെക്കുറിച്ച് വല്ലതൊക്കെ അറിയായിരിക്കും, അവനോട് വല്ലതും ചോദിച്ച് നോക്കാം, തന്ത്രപൂർവ്വം ദീപുവിനെ വിളിച്ച് അനിരുദ്ധിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്നൊക്കെ വിചാരിച്ച് ഫോൺ എടുത്ത് അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ദീപുവിൻ്റെ ഫോണിൽ കോള് വന്നു. ഇവരെന്തിനാ ഈ രാത്രിയിൽ വിളിക്കുന്നതെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കോൾ എടുത്തു വിട്ടോ ദീപു. എന്താണേലും ഹലോ അരവിന്ദനായിട്ടോ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അത് മനസ്സിലായി. എന്താ, എനിക്ക് ദീപുവിനെ അടിയന്തരമായിട്ടൊന്ന് കാണേണ്ട കാര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ കാണാലോ എന്ന് പറഞ്ഞു. എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി, അങ്ങോട്ട് വരാമെന്നും പറഞ്ഞു. അപ്പോൾ അതേ സ്ഥലവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങോട്ടേക്ക് വരാമെന്നും പറഞ്ഞു. ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ദീപു ഇരുന്ന് ആലോചിക്കുക എന്തായിരിക്കും കാര്യം, അയാൾ എന്തിനായിരിക്കും എന്നെ കാണണം എന്നുള്ള ആ ഒരു ഇത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ കാണാൻ പാവമാണെങ്കിലും അവൻ ആകെ ഒരു സൂത്രക്കാരനാ. തന്ത്രപൂർവം വേണം അനിരുദ്ധിനെക്കുറിച്ച് അവൻ്റെ കൈകളിൽ നിന്ന് പിടിച്ചെടുക്കാനായിട്ടെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണേ. എന്തായാലും ഞാൻ അറിയേണ്ടതൊക്കെ അവൻ്റെ നാവിൽ നിന്ന് തന്നെ അറിയും, അതിനൊരു മാറ്റവും ഇല്ല. തന്ത്രങ്ങളുടെ രാജാവായ ഈ അരവിന്ദൻ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? അവൻ എൻ്റെ മുന്നിൽ മൂട്ട് കുത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് ഈ പ്രേമയാണ്. പ്രേമ അവിടെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മമ്മ അങ്ങോട്ട് പോകാനാ, എവിടെയെങ്കിലും പോവുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു.
ടീച്ചറമ്മയ്ക്ക് മേലൂരുള്ള ക്ഷേത്രം അറിയാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അന്ന് സുമിത്രയോട് ചോദിച്ച കാര്യങ്ങൾ, കുഞ്ഞ് ചോദിച്ചതും അന്ന് അവിടെ വന്ന് നമുക്കിടയ്ക്ക് കാണാമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊച്ച് ഇങ്ങനെ ആലോചിക്കുക. എന്നിട്ട് ടീച്ചറമ്മ എന്നെ കാണാൻ ഒരു പക്ഷേ ഇന്ന് അമ്പലത്തിൽ വരുമായിരിക്കും, അമ്മമ്മയുടെ കൂടെ പോയാൽ എനിക്ക് ടീച്ചറമ്മയെ കാണാൻ കഴിയുമല്ലോ എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് കൊച്ച് ചിന്തിക്കുക. എന്നിട്ട് ഒരുങ്ങി പ്രേമയോട് എന്നെയും കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു. എൻ്റെ പൊന്നെ ഒന്ന് കൊണ്ടുപോയത് തന്നെ മതിയായി, ഇനി ഞാൻ കൊണ്ടുപോകുന്നില്ലേ എന്ന് പ്രേമ കൊച്ചിനോട് പറഞ്ഞപ്പോൾ പ്ലീസ് അമ്മമ്മ എന്നെയും കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഓരോ ദിവസം നിന്നെ കൊണ്ട് മാർക്കറ്റിൽ പോയത് ഞാൻ മറന്നിട്ടില്ല മോളെ എന്ന് പറഞ്ഞു. അമ്മമ്മേ പ്ലീസ്, ഞാൻ നല്ല കുട്ടിയായിട്ട് എങ്ങും പോകാതെ അമ്മമ്മയുടെ കൂടെ പിടിച്ച് തന്നെ നിന്നോളാം, പ്ലീസ് അമ്മമ്മ എന്നെ ഒന്ന് കൊണ്ടുപോ അമ്മമ്മേ എന്ന് പറഞ്ഞു. കൊണ്ടുപോ അമ്മമ്മേ, പറ്റില്ലെന്ന് പറഞ്ഞില്ലേ നിന്നോട്. അയ്യോ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞ് കൊച്ചു നിന്ന് കരച്ചിൽ തുടങ്ങി. കുഞ്ഞ് കരയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നിൻ്റെ അടവ് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞുകൊണ്ട് പ്രേമ, അപ്പം നിൻ്റെ കരച്ചിൽ ഞാൻ വീഴുമെന്ന് നീ കരുതുമെന്ന് ചോദിച്ചു. അപ്പോൾ മോള് കരയാതിരിക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞതോ എന്നെ കൊണ്ടുപോകാമെന്ന്, അത് ഞാൻ നിന്നോട് ചുമ്മാ പറഞ്ഞതല്ലേ, നിൻ്റെ കള്ളത്തരം പൊളിക്കാൻ. അങ്ങനെ അമ്മമ്മ സമ്മതിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചു മമ്മീനെയും ഡാഡിയെയും വിളിച്ചു. അവർ വന്നു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അമ്പലത്തിൽ പോകുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അവരോടും കൂടി അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ അനിരുദ്ധ് പറഞ്ഞു അമ്മ കൂടെ വരും, പിന്നെ ഡാഡി വന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ നടക്കാനുണ്ട്, അതിനുശേഷം അമ്പലത്തിലേക്ക് വരാമെന്ന്. എന്നിട്ട് അനിരുദ്ധ് സമ്മതിച്ചില്ല കേട്ടോ. അങ്ങനെ അനന്യ പോകാൻ സമ്മതിച്ചു. അപ്പോൾ നിൻ്റെ അച്ഛമ്മയുടെ കർമ്മം ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം എന്നൊക്കെ ഇങ്ങനെ അനിരുദ്ധ് പറയാം. ഇപ്പം മോള് ചെല്ലാനും പറഞ്ഞു. അങ്ങനെ ഇതൊന്നും കേട്ടിട്ട് അനന്യ ഒന്നും ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും വരുന്നോ ഇല്ലയോ, എനിക്ക് പോകണമെന്ന് പറഞ്ഞ് പ്രേമ ധൃതി കൂട്ടി. പെട്ടെന്ന് ഒരുങ്ങി വന്നില്ല, ഞാൻ പോകുമെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വരാം എന്നും പറഞ്ഞിട്ട് അവരങ്ങ് പോയി കേട്ടോ. ഈ സമയത്ത് സുമിത്ര ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം നീ ഒരിക്കലും അറിയാൻ പോകുന്നില്ലട മോനെ, നിന്നെ ഞാൻ അറിയിക്കുകയല്ലെന്നൊക്കെ പ്രേമ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അവിടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം സുമിത്രയും പൂജയും അതുപോലെ സരസ്വതിയും കൂടെ അമ്പലത്തിലെത്തി അവിടെ വന്ന് വഴിപാട് കൗണ്ടറിലേക്ക് വഴിപാട് കഴിപ്പിക്കാനായിട്ട് പോകണം. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് സ്വരയും അതുപോലെ അന്യയും പ്രേമയും കൂടി വരുന്നത്. അപ്പം ടീച്ചറമ്മ എവിടെ ആയിരിക്കുമോ, വന്ന് കാണുമായിരിക്കോ, എവിടെ നിൽക്കുമായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കൊച്ചിങ്ങനെ ചിന്തിച്ച് പോവും. അപ്പോഴേക്കും അവർ അവിടെ വഴിപാട് കഴിപ്പിക്കാനായിട്ടുള്ള ആ ഒരു ഇതിലൊക്കെ നിൽക്കുന്നു. നമ്മുടെ പൂജ പോയി വഴിപാട് കൗണ്ടറിൽ നിന്ന് എല്ലാം എഴുതിച്ച് വാങ്ങിച്ചു. ഇവർ സുമിത്രയും സരസ്വതിയും അവിടെ വെയിറ്റ് നിൽക്കുന്നു. അപ്പോൾ ഈ പേപ്പറുകളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പേരിൽ എന്തെങ്കിലും വഴിപാടൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടോ, അതിനൊക്കെയുള്ള മനസ്സ് നിനക്കുണ്ടോ എന്ന് പൂജയോടും സരസ്വതിയമ്മ ഇങ്ങനെ ചോദിച്ചപ്പോൾ പൂജയൊന്നും മിണ്ടിയില്ല. സുമിത്ര പറഞ്ഞു അമ്മ പേടിക്കേണ്ട, ഈ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും പേരിൽ വഴിപാടിന് എഴുതിച്ചിട്ടുണ്ട്. സന്തോഷം, കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടേ, ദൈവം സഹായിച്ചാൽ മാത്രം അത് സാധിക്കത്തുള്ളേ, അതുകൊണ്ട് പറഞ്ഞതാണേ എന്നൊക്കെ സരസ്വതി അമ്മ ഇങ്ങനെ പറയുന്നേ. അതും പറഞ്ഞ് അവരങ്ങ് പോകുന്നു. ഈ സമയത്ത് പ്രേമയും അതുപോലെ തന്നെ അനന്യയും കൊച്ചും കൂടെ അങ്ങോട്ടേക്ക് വരുന്നു. സുമിത്ര അങ്ങ് നടന്ന് നീങ്ങുമ്പോൾ തൊട്ടു പിന്നാലെയാണ് ഈ നമ്മുടെ സ്വരമോളൊക്കെ വരുന്നത്. അപ്പോൾ പ്രേമ അങ്ങോട്ടേക്ക് വഴിപാട് കഴിപ്പിക്കാനായിട്ട് അങ്ങ് പോയി. അപ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ അവരെ ഒന്ന് കാണും, എനിക്ക് കണ്ടുപിടിക്കണമല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് കൊച്ചിങ്ങനെ അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഇവർ തൊട്ടില്ലെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതോ നമ്മുടെ അരവിന്ദനാണെങ്കിൽ ദീപുവിനെ കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ കുറേ നേരമായിട്ടും ദീപു വരുന്നില്ല. ഇവനെന്നെ പറ്റിച്ച് കളഞ്ഞോ എന്നൊക്കെ ആശാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ദീപു വന്നു. ദീപു വന്നപ്പോൾ കാശിന് കുറച്ച് അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ കാശിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നത്. എന്തായാലും കാശ് തരാൻ അരവിന്ദൻ തയ്യാറായല്ലോ, വലിയ സന്തോഷമാണെന്നൊക്കെ പറഞ്ഞു. കാശോ, ഏത് കാശ്? കാശ് കൊടുക്കാൻ വിളിച്ചു വരുത്തിയെന്നാണ് ഇവൻ കരുതിയിരിക്കുന്നത്. തൽക്കാലം അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് മനസ്സിൽ നിന്നിട്ട് അരവിന്ദൻ ഇങ്ങനെ ചിന്തിക്കുന്നു. അല്ല, എനിക്കൊരല്പം ധൃതി ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ കാശൊക്കെ ഞാൻ തരാം, വെയിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരവിന്ദൻ ഇങ്ങനെ ദീപുവിനെ കളിയാക്കുന്നു. ഈ അനിരുദ്ധൻ തന്നെ വന്ന് കണ്ടിരുന്നു എന്നല്ലേ താൻ പറഞ്ഞത്? അതെ, കണ്ടിരുന്നു, അത് ഞാൻ പറഞ്ഞ സത്യമാണ്. അപ്പോൾ അവനിപ്പോൾ എവിടെയാണ് താമസമെന്ന് ചോദിച്ചു. അപ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല, ഞാനത് ചോദിച്ചിട്ടുമില്ല, അവനോട് പറഞ്ഞുമില്ല. അതൊക്കെ താൻ ചോദിച്ച് മനസ്സിലാക്കണ്ടേ? എന്തിന്? എനിക്കതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ എനിക്കതിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അരവിന്ദൻ. പിന്നെ താൻ എന്തോ അവരുമായിട്ട് സംസാരിച്ചതെന്നൊക്കെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം രഞ്ജിത അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ഇവർ തമ്മിലുള്ള സംസാരം കേൾക്കുക. അപ്പോൾ ദീപു എന്നും പറഞ്ഞ് മുകളിൽ നിന്ന് വിളിച്ചു. അപ്പോൾ രഞ്ജിതയെ കണ്ടപ്പോൾ അരവിന്ദന് മനസ്സിലായി പണി പാളിയെന്ന്. അപ്പോൾ അവൻ എന്നാ വന്നത്, അവൻ എന്നാ പോകുന്നത്, ഇതൊക്കെ ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ദീപുവിനോട് ചോദിക്കുമ്പം ഞാൻ എങ്ങനെ ഇതൊക്കെ അറിയുന്നത്, അവൻ്റെ പാസ്പോർട്ടും വിസയൊക്കെ എൻ്റെ കയ്യിലാണോ ഇരിക്കുന്നതെന്ന് ദീപു ചോദിക്കുക. ഒടുക്കം ശീതൾ സുമിത്രയുടെ അടുത്തെത്തി. അനിരുദ്ധ് നാട്ടിലിറങ്ങുകയും ചെയ്തു. വൈകാതെ അവനും സുമിത്രയുടെ അടുത്തെത്തും, എന്താ ശരിയല്ലേ എന്ന് രഞ്ജിത ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അരവിന്ദൻ പറയാൻ തുടങ്ങുമ്പോൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞു രഞ്ജിത. അപ്പോഴേക്കും വായും പൊത്തി ഇങ്ങനെ നിൽക്കുക, ഒന്നും മിണ്ടുന്നില്ല. ഭാര്യ പറഞ്ഞാൽ അങ്ങനെ തന്നെ അനുസരിക്കണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ സുമിത്ര ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നതാണോ അവനെന്ന് രഞ്ജിത ചോദിക്കുക. അപ്പോൾ ദീപുവിൻ്റെ മുന്നിൽ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവൻ വെറുതെ അഭിനയിക്കുകയാണോ?
ഏയ് അങ്ങനെയല്ല, അങ്ങനെ ഒരിക്കലും അല്ലെന്ന് അന്നേരം പറഞ്ഞു ദീപു. ഈ സുമിത്ര ജീവിച്ചിരിപ്പുണ്ടെന്ന് അനന്യയുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ അറിയില്ലേന്ന് ചോദിച്ചപ്പോൾ അവർ അനിരുദ്ധിനോട് അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കാണത്തില്ലേ സുമിത്ര ജീവനോടെ ഉണ്ടെന്ന്. അപ്പോൾ അവരും അനിരുദ്ധും അത്ര രസത്തിലല്ലെന്നുള്ള കാര്യം ദീപു അന്നേരം പറയാം. അനിരുദ്ധ് അവരെ കണ്ടു കാണത്തൊന്നുമില്ല, അവരുടെ അടുത്തൊന്നും പോയി കാണില്ല എന്നും പറഞ്ഞു. അപ്പം നേരാണോ ഈ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചപ്പോൾ അതേ നീ അവർ തമ്മിൽ അടിയാന്നേ, സത്യമാണ് ഞാൻ പറഞ്ഞു, ഉറപ്പായ കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് ഈ ദീപു ഇങ്ങനെ തറപ്പിച്ച് വീണ്ടും വീണ്ടും പറയുന്നു. അവൻ്റെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, സുമിത്രേച്ചി ജീവിച്ചിരിപ്പുണ്ട് എന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ അവൻ നേരെ പോയി ചേച്ചിയെ കണ്ടേനെ. അവൻ അറിഞ്ഞിട്ടില്ല, അവനോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അനിരുദ്ധിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ഒരു കാര്യം ചെയ്യാം, അനിരുദ്ധിൻ്റെ നമ്പർ എനിക്ക് സെൻഡ് ചെയ്യാൻ പറഞ്ഞു രഞ്ജിത. അപ്പോൾ കാശ് തന്നിരുന്നെങ്കിൽ എനിക്കങ്ങ് പോകാമായിരുന്നു എന്ന് പറഞ്ഞു ദീപു. ഇത് കേട്ടപ്പോൾ കാശൊക്കെ പിന്നെ തരാൻ ദീപു എന്ന് രഞ്ജിത തർപ്പിച്ച് പറയാം. ഒരു 3 ലക്ഷം ഞാനങ്ങ് തന്നില്ലേ, ഇനി കുറച്ച് കാത്തിരിക്കാൻ പറഞ്ഞു. ഓ, ഞാൻ കരുതി നിങ്ങൾ വിളിച്ചു വരുത്തിയത് കാശ് വല്ലതും തരാനായിരിക്കുമെന്ന്. അപ്പം അല്ലല്ലേ എന്ന് ദീപു ഇങ്ങനെ ചോദിക്കുക. എന്നിട്ടിങ്ങനെ അരവിന്ദൻ്റെ നേരെ ഒരു നോട്ടമൊക്കെ നോക്കി. അപ്പോൾ ഒരുമാതിരി മനുഷ്യനെ മെനക്കെടുത്താനെന്നൊക്കെ ദീപു ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കാം. എന്നിട്ട് ദീപു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഈ നമ്പർ കിട്ടിയതിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. എന്തായാലും താൻ നേരിട്ടിപ്പോൾ തന്നെ അനിരുദ്ധിനെ വിളിക്കും, എന്നിട്ട് എല്ലാ ചോദ്യങ്ങളും അവനോട് തന്നെ നേരിട്ട് അങ്ങ് ചോദിക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പം നിങ്ങൾ ചോദിച്ചിട്ട് എന്ത് കിട്ടാനാ, ഇതിപ്പോൾ നമ്പറെങ്കിലും കിട്ടി, ഇത് വെച്ച് ഞാൻ അനിരുദ്ധിൻ്റെ കാര്യങ്ങളെല്ലാം അറിയും, കണ്ടുപിടിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഈ രഞ്ജിത്ത് അവിടെ നിന്ന് അങ്ങ് പോയി. രഞ്ജിത്ത് അവിടെ നിന്ന് പോയപ്പോൾ എന്നാൽ പിന്നെ അവൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ, എനിക്കെന്നോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ അരവിന്ദൻ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ അമ്പലത്തിൽ അവർ ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം സുമിത്ര മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക കേട്ടോ. എൻ്റെ പൂജമോൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കണേ, എൻ്റെ മക്കളെ കണ്ടുപിടിക്കാൻ കഴിയണേ, ഇതൊക്കെ ഭഗവതിയുടെ മുന്നിൽ നിന്നിങ്ങനെ കരഞ്ഞ് നമ്മുടെ സുമിത്ര പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് വഴിപാട് നടത്തിയതിൻ്റെ ആ ഒരു ഇതൊക്കെ കിട്ടി. അങ്ങനെ അവർ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. സരസ്വതി അമ്മയ്ക്കോട് ദക്ഷിണ കൊടുക്കാൻ പറഞ്ഞു. സരസ്വതി അമ്മ ദക്ഷിണ കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് ഇവരിങ്ങനെ വരുക. അപ്പം അടുത്ത സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോഴും സ്വരമോൾ ഇങ്ങനെ ടീച്ചറമ്മയെ തപ്പി നടക്കുക കേട്ടോ. ഈ സമയത്ത് സരസ്വതി അമ്മ പറഞ്ഞു, എനിക്ക് കാലിന് തീരെ വയ്യ മോളെ, ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്നോട്ടേന്ന് ചോദിച്ചപ്പോൾ അച്ചമ്മയ്ക്ക് മാത്രം എന്താ കാലിന് ഇത്ര വേദന എന്ന് ചോദിച്ചു. അന്നേരം പൂജമോള് അച്ചമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ഏതായാലും ദേവി തന്ന ശിക്ഷയാണ് ഈ മുട്ടുവേദന, വേറെ ആർക്കും വേണ്ടി അച്ചമ്മ പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ അല്ലേന്ന് ചോദിച്ചു. ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിച്ചതെന്ന് നിനക്കെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു പൂജയോട്. കുറച്ച് നാളായില്ലേ ഞാൻ അച്ചമ്മയെ കാണുന്നു, അപ്പോൾ പിന്നെ അറിയാമല്ലോ. അമ്മേ, ഞങ്ങൾ പ്രദക്ഷിണം വെച്ചിട്ട് വരാം, ഇവിടെ തന്നെ നിന്നേക്കണമെന്ന് പറഞ്ഞു സുമിത്രയും പൂജയും കൂടെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ സരസ്വതി ഇങ്ങനെ അങ്ങോട്ടേക്ക് നടന്നു പോകുമ്പോഴാണ് നമ്മുടെ സ്വരമോളും നടന്നു വരുന്നു. സ്വരമോളും സരസ്വതിയും കൂടെ കൂട്ടിയിടിച്ചു. അപ്പം നിനക്കെന്തായാലും കൊച്ച കണ്ണില്ലെന്ന് ചോദിച്ചു. അപ്പം അമ്മമ്മയ്ക്ക് എന്താ കാഴ്ചയില്ലെന്ന് സ്വരമോള് തിരിച്ച് ചോദിച്ചു. ദേ സൂക്ഷിച്ച് നോക്ക്, എൻ്റെ മുഖത്ത് 2 കുഞ്ഞിക്കണ്ണ് ഇരിക്കുന്നത് കാണുന്നില്ലേന്ന് ചോദിച്ചു. ഈ സരസ്വതി അമ്മ അങ്ങനെ സ്വരമോളോട് തട്ടിക്കയറി സംസാരിച്ചപ്പോൾ സരസ്വതി അമ്മയ്ക്ക് അമ്പലത്തിൽ വെച്ച് സ്വരമോൾ കൊടുത്ത നല്ല സൂപ്പർ അടിയാണ്. ആ സമയത്ത് നിൻ്റെ മുഖത്ത് കണ്ണില്ലേന്നല്ലേടി ഞാൻ ചോദിച്ചത്, ഇപ്പം എന്നെ ഇടിച്ച് നിലത്ത് ഇട്ടേനെ അവള് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇടിച്ചു കൊല്ലാൻ ഞാൻ എന്താ ബുൾഡോസറാണെന്നൊക്കെ കൊച്ചു ചോദിച്ചേ. ഇത്തിരി പോകുന്നൊരു കുഞ്ഞ് വന്ന് മുട്ടിയപ്പോൾ മറിഞ്ഞു പോകുമെന്നോ. ഇത്തിരി പോകുന്നൊരു കുഞ്ഞ് വായിലെ നാക്കിനെ 1 കിലോമീറ്റർ നീളമുണ്ടല്ലോ എന്നും പറഞ്ഞ് നീട്ടി കാണിച്ചു. ഇതാണോ 1 കിലോമീറ്റർ, അതുപോലും അറിയില്ലെന്നൊക്കെ പറഞ്ഞ് കൊച്ചു സരസ്വതി ഇടിച്ച് താഴ്ത്തുന്നു. ഒറ്റയ്ക്കിറക്കി വിട്ടിരിക്കുക ഈ സാധനത്തിന് മറ്റുള്ളവരെ ഇടിച്ച് താഴ്ത്താനായിട്ട്. അതെ, ഞാൻ ഒറ്റയ്ക്കല്ല വന്നത്, എൻ്റെ കൂടെ എൻ്റെ മമ്മിയും അമ്മമ്മയും ഉണ്ടെന്ന് പറഞ്ഞു കൊച്ചിങ്ങനെ പറഞ്ഞു. അപ്പോൾ സരസ്വതി അമ്മ ഇങ്ങനെ നോക്കുക. അപ്പോൾ എൻ്റെ അമ്മമ്മ ഈ അമ്മമ്മയ്ക്ക് കൂട്ടാകുമെന്നൊക്കെ പറഞ്ഞു. ഒരേ സ്വഭാവം രണ്ടാൾക്കും എന്നൊക്കെ പറഞ്ഞു. ആ കൊച്ചിങ്ങനെ സരസ്വതിയോട് പറയുമ്പോൾ സരസ്വതി കൊച്ചിനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.